ഹലോ ഹലോ ഹലോ. ഇന്ന് ഡ്രാഗൺ വെച്ചിട്ട് റൈറ്റ് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ഒരു ഡ്രാഗൺ എടുത്തിട്ടുണ്ട്. ഇതിനെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, തിന്നായിട്ട് കട്ട് ചെയ്യരുത്. ഇതേമാതിരി റൗണ്ടിൽ നല്ല തിക്കായിട്ട് കട്ട് ചെയ്യാം. ഇപ്പം ഞാനിവിടെ കട്ട് ചെയ്ത് തിന്നായിപ്പോയി, അതുകൊണ്ട് എനിക്കൊരു അബദ്ധം പറ്റി. ഇപ്പം നല്ല കട്ടിയിൽ ഏകദേശം ഒരു 5 mm എന്നുള്ള രീതിയിലെങ്കിലും കട്ട് ചെയ്യണം കേട്ടോ. കാരണം ഒരു പോപ്പ് സ്റ്റിക്കില്ലേ, ലോലിപോപ്പിൻ്റെ ഒക്കെ സ്റ്റിക്കില്ലേ, അത് കയറ്റാൻ പറ്റണം, ഒടിഞ്ഞു പോകരുത്. അങ്ങനെ എല്ലാ പീസുകളും കട്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ മോനെ കൊണ്ട് ലോലിപോപ്പ് കഴിപ്പിച്ചിട്ട് അതിൻ്റെ സ്റ്റിക്ക് എടുപ്പിച്ച ആളാണ് ഞാൻ. അങ്ങനെ ഒരു പാൻ വെച്ചോട്ടോ അടുപ്പിൽ. പിന്നെ വേണ്ടത് ഷുഗറിനെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. കാരണം ഇതിനെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഷുഗറിൻ്റെ കളർ ചേഞ്ച് ആവരുത് കേട്ടോ, ബ്രൗൺ ആവരുത്. ആ വൈറ്റിൽ തന്നെ നല്ലൊരു സ്റ്റിക്കി കൺസിസ്റ്റൻസിയിൽ ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. ചിലപ്പോൾ ഒന്ന് സൈഡൊക്കെ കട്ടയായിട്ട് വരും, പക്ഷെ അത് മെൽറ്റ് ആയിക്കോളും. കുറച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്യാം. അതൊന്ന് മെൽറ്റായി വരട്ടെ. എനിക്ക് വർക്കൗട്ട് ആയില്ല, പക്ഷെ ഞാൻ പറയുന്ന മാതിരി ചെയ്താൽ നിങ്ങൾക്ക് വർക്കൗട്ട് ആവും. ഇതേമാതിരി കണ്ടോ, ഞാൻ തിന്നായതുകൊണ്ട് ഈ സ്റ്റിക്ക് കയറ്റം ഒടിഞ്ഞു പോവുകയാണ്. എന്നിട്ട് ഇതിനെ ഒന്ന് ലെയർ ചെയ്തെടുക്കാൻ വേണ്ടി, കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ എൻ്റെ ഡ്രാഗൺ വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഞാൻ ഡയറക്റ്റ് എടുത്തതാണ്. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ അത് നടക്കുള്ളൂ, ഒന്ന് കോട്ടായി കിട്ടുള്ളൂ. എൻ്റെ വന്നിട്ട് റൂം ടെമ്പറേച്ചറും അല്ല, തിന്നുമായിപ്പോയി. അതുകൊണ്ട് സംഗതി സെറ്റായില്ല. ശരിക്കും ഞാൻ പ്ലാൻ ചെയ്തത് ഈ ഓരോന്നിനെയും സ്റ്റിക്ക് കയറ്റിയിട്ട് ഡ്രാഗൺ ഇത് ഷുഗർ സിറപ്പിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാമെന്നായിരുന്നു. എന്നിട്ടൊരു സ്റ്റിക്ക് മാതിരി ഒരു ക്യാൻഡി മാതിരി കഴിക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ നടന്നില്ല. അപ്പോൾ ഞാൻ പ്ലാൻ ബി ആക്കി. കാരണം ഇത് തിന്നായല്ലോ, പ്ലാൻ ബി ആക്കി. കുറച്ച് മാംഗോയുടെ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ച ഡ്രാഗൺ ഉണ്ടല്ലോ, അതിനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ സിറപ്പ് നേരത്തെ മെൽറ്റാക്കിയില്ലേ, അതിലേക്ക് കുറച്ചും കൂടി വാട്ടർ ആഡ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്ത് ആറിയതിന് ശേഷം അതും ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുത്തു. ഇനി ഇതിലേക്ക് വേണ്ട മിൽക്ക് ആഡ് ചെയ്യാം. നല്ലോണം ബ്ലെൻഡാക്കി നമ്മുടെ സ്മൂത്തി റെഡിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് ഡ്രാഗണിൻ്റെ ഒരു സ്വീറ്റും മാംഗോയുടെ ഒരു പുളിപ്പും കൂടി കൂടുമ്പോഴുള്ള ആ ഒരു ഇത് അടിപൊളിയാണ്. അതായത് ഒരു കോമ്പിനേഷൻ, ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റും. അത്രയാണ്. നല്ല തിക്കുണ്ട് കേട്ടോ, നമുക്ക് കുടിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷ്മെൻ്റ് ആണ്. ഞാൻ എൻ്റെ മോന് കൊടുത്തു. മോൻ ഫുൾ ചുണ്ടിലാക്കി. നല്ല രസമുണ്ട് കേട്ടോ അവന് കാണാനായിട്ട്. ചീയേഴ്സ് പറഞ്ഞപ്പോൾ അവൻ എനിക്ക് കുറച്ച് ഒഴിച്ചു തരാൻ വരാം. അപ്പോൾ ഓക്കെ, ബൈ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക.